കേരള NTSC 2021 ജനുവരിയിൽ നടത്തിയിട്ടുള്ള NTSC സ്റ്റേജ് 1 എക്സാമിൻ്റെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. തേർഡ് പാർട്ട് വീഡിയോ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് ദ കറക്റ്റ് പെയർ? ചുവടെ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഏതാണ് എന്നുള്ളതാണ്. ഭിലായി ഉരുക്കുശാല ബ്രിട്ടൻ, റൂർക്കേല സോവിയറ്റ് യൂണിയൻ, ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ഉരുക്കുശാല പശ്ചിമ ജർമ്മനി. അപ്പോൾ ആരുടെ സഹായത്താലാണ് ഉരുക്കുശാല നിർമ്മിച്ചത്, സ്വാതന്ത്ര്യാനന്തരം നിർമ്മിച്ചത് എന്നുള്ളതാണ് ചോദ്യം. 3 ഓപ്ഷൻ, 3 ആൻസർ. അതിൻ്റെ എക്സ്പ്ലനേഷന് നമുക്ക് നോക്കാം. വിത്തിൻ ദ ഡിക്കേഡ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് 4 ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് വിത്ത് ഫോറിൻ കൺട്രീസ് കൊളാബറേഷൻ. സ്വാതന്ത്ര്യാനന്തരം ഫോറിൻ കൺട്രീസിൻ്റെ ഹെൽപ്പോട് കൂടി 4 പ്രധാനപ്പെട്ട ഇരുമ്പ് ഉരുക്കുശാലകൾ, അതായത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഇൻ ഒറീസ, കൊളാബറേഷൻ ഓഫ് ജർമ്മനി ഇൻ 1959. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെയിം ഇയർ, അതായത് 1959 തന്നെ ഭിലാലിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിൽ സ്ഥാപിക്കുകയുണ്ടായി. അത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇൻ 1962 ദുർഗാപൂരിൽ സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ബംഗാൾ, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ബംഗാളിൽ UK സഹായത്താലും. ദെൻ നമ്മുടെ ചോദ്യം വന്നിട്ടുള്ള അനദർ സ്റ്റീൽ പ്ലാന്റ് കെയിം അപ്പ് വിത്ത് സോവിയറ്റ് യൂണിയൻസ് കൊളാബറേഷൻ ഇൻ ബൊക്കാറോ ജാർഖണ്ഡ് 1964. അപ്പോൾ ഇതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളതൊക്കെ മിസ്മാച്ച് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ബൊക്കാറോ സോവിയറ്റിൻ്റെ സഹായത്തോടു കൂടി ജാർഖണ്ഡിൽ 1964 സ്ഥാപിതമായതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവാലുവേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയിലെ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ തിരഞ്ഞെടുക്കുകയാണ്. ഇതിന് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും ആവശ്യമാണ്. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ഇന്ത്യയുടെ ഉൽപ്പാദനം 2ാം സ്ഥാനത്താണ്. ദെൻ ഗുജറാത്ത് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ഉൽപ്പാദനത്തിൽ കരിമ്പ് കൃഷിയിൽ നമ്മൾ 2ാം സ്ഥാനത്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാലാവസ്ഥ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും ആവശ്യമാണ്, അഥവാ റിക്വയർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഗുജറാത്ത് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 ആൻസർ. 1 അതായത് എയും ബിയും ശരി, സി തെറ്റ് എന്നുള്ളതാണ് ഓപ്ഷന്. 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം. ഷുഗർ കെയിൻ ഈസ് എ ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് സബ് ട്രോപ്പിക്കൽ ക്രോപ്പ്. ഇറ്റ് റിക്വയേഴ്സ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷനിലുള്ള. ദെൻ ടെമ്പറേച്ചർ 21 ഡിഗ്രി ടു 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ആനുവൽ റെയിൻഫാൾ ബിറ്റ്വീൻ 75 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. 100നും 75നും ഇടയിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശത്ത് 21 ഡിഗ്രി ടു 27 ഡിഗ്രി ചൂട് ഉള്ള സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ട്രോപ്പിക്കൽ അതുപോലെ തന്നെ സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വിളയാണ് ഷുഗർ കെയിൻ എന്നുള്ളത്. ഇന്ത്യ സ്റ്റാൻഡ് ഇൻ സെക്കൻഡ് പ്ലേസ്, അതും ശരിയായിട്ടുള്ളതാണ്. ഫസ്റ്റ് ബ്രസീലാണ്, സെക്കൻഡാണ് ഇന്ത്യക്കുള്ളത്. ഉത്തർപ്രദേശ് ഈസ് ദ ലാർജസ്റ്റ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസർ. ഗുജറാത്തല്ല, ഓപ്ഷനിൽ ഗുജറാത്തല്ല, ഉത്തർപ്രദേശാണ് ലാർജസ്റ്റ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ബഖാറ ഡാം ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ബഖാറ ഡാം ഈസ് ബിൽറ്റ് ഓൺ സത്ലജ്, മഹാനദി, കോസി, ദെൻ നർമ്മദ. ഓക്കെ, സത്ലജ് നദിയിലാണ്
ബക്ര ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ബക്ര ഡാം ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ഡാം. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? തേരി ഡാമാണ് ഫസ്റ്റ്. ഇറ്റ് ആൾസോ ദ ടോളസ്റ്റ് സ്ട്രൈറ്റ് ഗ്രാവിറ്റി ഡാം ഇൻ ദി വേൾഡ്. ദെൻ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് സത്ലജ് റിവർ. നമുക്ക് ഉള്ള ചോദ്യം എന്താണ്? സത്ലജ് റിവറിലാണ് ബക്ര ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എവിടെയാണെന്ന് നോക്കാം. ഹിമാചൽ പഞ്ചാബ് ബോർഡറിലാണ്, നിയർ നങ്കൽ സിറ്റിയിലാണ് ബക്ര ഡാം ബിൽറ്റ് ചെയ്തിട്ടുള്ളത്, സത്ലജ് നദിയിൽ. ഓക്കെ, ഇൻഡസിൻ്റെ ഒരു പോഷക നദിയാണ്. then അടുത്തത്, which one of the statement is applicable to rigid constitution? അഴവില്ലാത്ത ഭരണഘടനയ്ക്ക് ബാധകമായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഭേദഗതി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല, തെറ്റായിട്ടുള്ളതാണ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് നോ പ്രൊവിഷൻ ഫോർ അമെൻമെൻറ്റ് എന്നുള്ള തെറ്റായിട്ട്. ഇറ്റ് ഈസ് ഈസി ടു മേക്ക് അമെൻമെൻറ്റ്. അത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് ഈസി ടു അമെൻഡ് എന്നുള്ളത്, ഭേദഗതി ചെയ്യാൻ എളുപ്പം എന്നുള്ളത്. ദെൻ എഴുതപ്പെടാത്ത ഭരണഘടന ആയിരിക്കും, അതും തെറ്റാണ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ദെൻ ഓപ്ഷൻ 4 ആണ് നാലാമത്തെ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ്. ഭേദഗതി ചെയ്യുന്നതിന് പ്രത്യേകം നടപടിക്രമം ആവശ്യമാണെന്നുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതിന് മുന്നേ ഓപ്ഷൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ദ റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ അമെൻഡബിലിറ്റി. റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അമെൻഡബിലിറ്റി, ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലും അതിൻ്റെ രീതിയിലാണ്. ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് ദി ഓർഡിനറി ലോ ആർ അമെൻഡഡ് സെപ്പറേറ്റ് വേ, ഇറ്റ് ഈസ് റിജിഡ്. ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. സാധാരണ ലോക്കും സാധാരണ സിമ്പിൾ മെജോറിറ്റി മതി. ചില പ്രൊവിഷൻസൊക്കെ അമെൻഡ് ചെയ്യുന്നതിന് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട്. ഓക്കെ, എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ സ്പെഷ്യൽ പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ an example, rigid constitution is the constitution of United States of America. നമ്മുടെ ഒരു റിജിഡും ഫ്ലെക്സിബിളും കൂടെ അതിൻ്റെ ഒരു മിക്സ്ചറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. സിമ്പിൾ പ്രൊവിഷനായിട്ട് നമുക്ക് അമെൻഡ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷനായിട്ട് നമുക്ക് അമെൻഡ് ചെയ്യുന്ന ഭാഗമുണ്ട്. അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഉദാഹരണമാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ളത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്, pick out the appropriate answer from the statement given the nature of employment in the unorganized sector. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ്. അസംഘടിത തൊഴിൽ മേഖലയിൽ പറ്റിയുള്ള നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ നിന്നും അനുയോജ്യം. അൺഓർഗനൈസ്ഡ്, അസംഘടിത മേഖല എന്നുള്ള. റെഗുലർ എംപ്ലോയ്മെൻറ്റ് ബട്ട് ലോ പെയ്ഡ്. അസംഘടിത മേഖലയിൽ സ്ഥിരമായിട്ട് ജോലി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കൂലി കുറവാണെങ്കിലും പതിവായിട്ടുള്ള ജോലി ലഭ്യമാണ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ലോ പെയ്ഡ് ബട്ട് സെക്യൂർഡ്, അതും തെറ്റാണ്. കൂലി കുറവാണെങ്കിലും തൊഴിൽ സുരക്ഷിതത്വം ഉണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിന് തൊഴിൽ സുരക്ഷിതത്വം ഇല്ല. ബെറ്റർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതും തെറ്റാണ്. മെച്ചപ്പെട്ട തൊഴിൽ പരിസരം നിലവിലുണ്ട്. ശരിയായിട്ടുള്ളത് ഇതൊന്നുമല്ല എന്നുള്ളതാണ്. മുകളിൽ സൂചിപ്പിച്ചതൊന്നുമല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന്? അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖല എന്നുള്ളത് ഡസ് നോട്ട് പ്രൊവൈഡ് റെഗുലർ എംപ്ലോയ്മെൻറ്റ്, ഒരു സ്ഥിരമായിട്ടുള്ള ജോലി പ്രൊവൈഡ് ചെയ്യില്ല. ദ ജോബ് ഇൻ ദ സെക്ടർ ഈസ് ആൾസോ പെയ്ഡ്, ലോ പെയ്ഡ്. റെഗുലർ അല്ല, കുറഞ്ഞ കൂലിയേ അവർക്ക് കൊടുക്കുള്ളൂ. ഇറ്റ് ഡസ് ഓഫർ എനി ജോബ് സെക്യൂരിറ്റി ബെനിഫിറ്റ്, അതിനൊരു സുരക്ഷിതത്വം, ജോലി സുരക്ഷിതത്വം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബെനിഫിറ്റും ഉണ്ടാവില്ല. വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ ആർ മോസ്റ്റ്ലി അൺഹെൽത്തി, ദെൻ സംടൈം പോസ് ദ ത്രെട്ട് ഓഫ് ലൈഫ് ഓഫ് ദി വർക്ക്. നല്ല കഠിനമായിട്ടുള്ള ജോലികളായിരിക്കും, അല്ലെങ്കിൽ അൺഹെൽത്തി കണ്ടീഷൻ ആയിരിക്കും. ദ സെക്ടർ ആൾസോ ഫേസസ് ദ ചാലഞ്ചസ് ഓഫ് മൈഗ്രേഷൻ. ഇത് മൈഗ്രേഷൻ, അതായത് കുടിയേറ്റത്തിന് കാരണമാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിൽ നോക്കാം. ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഒറിജിനേറ്റഡ് ഇൻ. നീതിന്യായ പുനഃപരിശോധനാ അധികാരം, അതായത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓപ്ഷൻ 3 ആണ്. USA എന്നാണ് നമ്മൾ അത് കടം കൊണ്ടിട്ടുള്ളത്, ജുഡീഷ്യൽ റിവ്യൂ.
അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് തൊട്ട് മുന്നേ വീഡിയോ. Judicial reviews refers to judiciary power to examine the action of legislative, executive, administration to determine whether such action are consistent with the constitution. Judicial review എന്നുള്ളത് ജുഡീഷ്യറിയുടെ പവറാണ് ടു എക്സാമിൻ, അത് ഒന്ന് എക്സാമിൻ ചെയ്യാൻ, അതായത് ആരുടെയൊക്കെ ലെജിസ്ലേറ്റീവിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ഭരണപരമായിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ശരിയാണോ എന്ന് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യൽ റിവ്യൂ ബിഗാൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡ്യൂറിങ് ദ 1801 to 35 ദ മാർബറി വേഴ്സ് മാഡിസൺ എന്നുള്ള കേസിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത് പ്രൊവിഷൻ എടുത്തിട്ടുള്ളത്. നമ്മളും ഇതേ ഒരു ഇത് USA എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ദ സദേൺ മോസ്റ്റ് ഹില്ലി റേഞ്ചസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ ഈസ് ശിവാലിക്കാണ്. ഉത്തര പർവ്വതങ്ങളിൽ ഏറ്റവും തെക്ക് ഭാഗത്തു ആയിട്ടുള്ള കുന്നിൻ നിരകൾ ശിവാലിക്കാണ്. നമുക്ക് നോക്കാം. ദ നോർത്തേൺ മൗണ്ടൻസ് റേഞ്ച് വിച്ച് ഇൻക്ലൂഡ് ഹിമാലയൻ റേഞ്ച് ഡിവൈഡഡ് ഇൻ ടു 3 ranges ഫ്രം നോർത്ത് ടു സൗത്ത്. ഔട്ടർ സൗത്തൺ മോസ്റ്റ് റേഞ്ച് ഹിമാലയ ഈസ് കോൾഡ് ശിവാലിക്. ഏറ്റവും താഴെയുള്ള സദേൺ മോസ്റ്റിലുള്ള റേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ശിവാലിക് എന്നുള്ളത്. ദീസ് റേഞ്ചസ് ആർ ഫോംഡ് അൺകൺസോളിഡേറ്റഡ് സെഡിമെൻറ്റ്സ് ബ്രോട്ട് ഡൗൺ ദി റിവർ. ഇൻഡസും അതുപോലെ തന്നെ നമ്മുടെ ഗംഗ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സെഡിമെൻ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. എട്ടാമത്തെ ചോദ്യം, ആൻ ഇമ്പോർട്ടൻറ്റ് മിനറൽ ലാർജ്ലി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബീച്ച് സാൻഡ്സ് ഓഫ് കേരള. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന പ്രധാന ധാതു ഏതാണെന്ന്? യുറേനിയം, ഡോളോമൈറ്റ്, ലിഗ്നൈറ്റ്, മോണോസൈറ്റ്. ഓപ്ഷൻ 4 മോണോസൈറ്റ് ആണ് ആൻസർ. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. തോറിയം ഈസ് എ റേഡിയോ ആക്റ്റീവ് മെറ്റൽ ഇസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം മോണോസൈറ്റ് sand. The monosite is a crucial mineral largely obtained from the beach sands of Kerala. Okay, then ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഈസ് റിലേറ്റഡ് ടു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്? റിസർവേഷൻ ടു ബാക്ക്വേർഡ് ക്ലാസ് ഓപ്ഷൻ 1 ആണ് ആൻസർ. പിന്നോക്ക സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട്. ഓക്കെ, എന്താണ് മണ്ഡൽ കമ്മീഷൻ എന്നൊക്കെ? മണ്ഡൽ കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് January 1, 1979. 1979 ജനുവരി 1 സെറ്റപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്മീഷനാണ്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് BP മണ്ഡൽ. ഹിസ്റ്ററിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. Its report submitted December 31, 1980. It recommended the reservation to backward class in employment and central education institution. എഡ്യൂക്കേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ജോലിയിലും അവർക്ക് പ്രത്യേക റിസർവേഷൻ കൊടുക്കണമെന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. ദെൻ 10th ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഓപ്ഷൻ 2 ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷാണ് ഫസ്റ്റ് ലോക്പാൽ. ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ് is the first Lokpal of India, is the former is a former judge of Supreme Court and was a sitting member of National Human Right Commission. National Human Right NHRC. ഓക്കെ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ സിറ്റിംഗ് മെമ്പറാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഈ 10 ക്വസ്റ്റ്യനിലുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2021 നടന്നിട്ടുള്ള 2020 NTSC സ്റ്റേജ് 1 30 ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഭാഗങ്ങളൊക്കെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 95 62 654 789 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഗ്രൂപ്പുകളിൽ NTSC ഈ വർഷം NTSCയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രീ NTSC വിദ്യാർത്ഥികൾക്കുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.